ലോകകപ്പിലെ ഏറ്റവും മികച്ച മധ്യനിരയുള്ള ടീം ഏതാണെന്ന ചോദ്യത്തിന് ആദ്യം എത്തുന്ന പേരുകളിലൊന്നാണ് പോർച്ചുഗൽ. ബ്രൂണോയും വെറ്റീനയും ഒക്കെ അടങ്ങുന്ന ലോകോത്തര നിര ലോകകപ്പിലേക്ക് പോർച്ചുഗലിനെ എത്തിക്കുമെന്നായിരുന്നു വിലയിരുത്തൽ. പക്ഷേ ആദ്യ മത്സരത്തിൽ മധ്യനിരയുടെ മികവ് പേപ്പറിൽ മാത്രം ഒതുങ്ങി. ഫ്രഞ്ച് വമ്പന്മാരായ PSG തുടർച്ചയായ രണ്ടാം തവണയും ചാമ്പ്യൻസ് ലീഗ് ഉയർത്തുമ്പോൾ വിറ്റിഞ്ഞയും യാവോ നെവസുമാണ് മധ്യനിര ഭരിച്ചത്. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച വിറ്റിഞ്ഞ തന്നെയായിരുന്നു കളിയിലെ താരം. പ്രീമിയർ ലീഗിൽ ഒരു സീസണിലെ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ, പ്ലെയർ ഓഫ് ദി സീസൺ പുരസ്കാരം, മിന്നും ഫോമിലാണ് ബ്രൂണോ ഫെർണാണ്ടസ്. കൈവിട്ട മത്സരങ്ങളുടെ ഗതി പോലും തിരിക്കാൻ കഴിവുള്ള ബെർണാഡോ സിൽവയും ചേരുമ്പോൾ ലോകത്തിലെ ശക്തമായ മധ്യനിര. എന്നാൽ കോങ്കോയ്ക്കെതിരെ കണ്ടത് കളിമെനയാൻ മറന്നുപോയ മധ്യനിരയെയാണ്. കോങ്കോയുടെ പ്രതിരോധത്തെ മറികടന്ന 6-ാം മിനിറ്റിൽ തന്നെ പറങ്കിപ്പട വല കുലുക്കി. എന്നാൽ പിന്നീട് കണ്ടത് താളം തെറ്റിയ മധ്യനിരയെ. ആദ്യ പകുതിയുടെ അവസാന മിനിറ്റിൽ കോങ്കോ ഗോൾ മടക്കുകയും ചെയ്തു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഓൺ ടാർഗറ്റിൽ ഒരൊറ്റ ഷോട്ട് മാത്രമാണ് പോർച്ചുഗലിന് പായിക്കാൻ കഴിഞ്ഞത്. മധ്യനിരയിൽ പലപ്പോഴും അനായാസമായി കോങ്കോ പന്തെടുത്തു. നേർക്കുനേർ വന്നതിലേറെയും പന്ത് വരുതിയിലാക്കിയത് കോങ്കോയുടെ ചുണക്കുട്ടികൾ തന്നെ. ഒന്നിലേറെ കോങ്കോ താരങ്ങൾ പാഞ്ഞെടുക്കുമ്പോൾ മധ്യനിരയിൽ പോർച്ചുഗൽ താരങ്ങൾ ഒറ്റപ്പെട്ടു. പിന്തുണ നൽകാൻ മറ്റൊരു താരം എത്തുന്നത് നാമമാത്രമായി. മധ്യനിര കളിമറന്നതോടെ കോങ്കോ ഗോൾ മുഖത്തേക്ക് അപകടകരമായ പന്തുകൾ എത്തിയതേയില്ല. ആകെ എത്തിയ പന്തുകളാവട്ടെ ഗോളാക്കാൻ റോണോയ്ക്ക് സാധിച്ചതുമില്ല. മധ്യനിരയുടെ ഒത്തിണക്കമില്ലായ്മ മത്സരത്തിലുടനീളം പ്രകടമായിരുന്നു. ബ്രൂണോ പലപ്പോഴും പന്തുകൾക്കായി അലമുറയിട്ടെങ്കിലും നീക്കങ്ങൾ കോങ്കോ ഗോൾമുഖത്ത് അപകടം വിധിച്ചില്ല. കോങ്കോയുടെ പ്രത്യാക്രമണങ്ങൾക്ക് തടയിടാനും മധ്യനിര പരാജയപ്പെട്ടു. വിറ്റീഞ്ഞെ പിൻവലിച്ചെങ്കിലും പാസുകളിൽ മാത്രമായി പോർച്ചുഗൽ മത്സരം അവസാനിച്ചു. ത്രൂ ബോളുകൾക്ക് പേരുകേട്ട മധ്യനിരയിൽ നിന്ന് മികച്ചൊരു ക്രോസ് പോലും രണ്ടാം പകുതിയിലെത്തിയില്ല. ഓൺ ടാർഗറ്റിൽ ആകെ പായിച്ചത് 3 ഷോട്ടുകൾ മാത്രം. 769 പാസുകൾ പൂർത്തിയാക്കിയത് മാത്രമാണ് പിന്നെയും പറയാനുള്ളത്. താരങ്ങളുടെ ഒത്തിണക്കത്തിലടക്കം പോർച്ചുഗലിന് ഇനിയുമേറെ ചെയ്യാനുണ്ടെന്നത് വ്യക്തം. അല്ലെങ്കിൽ ലോകോത്തര ടീമുമായി വേഗം തന്നെ മടങ്ങേണ്ടി വരും പറങ്കിപ്പടയ്ക്ക്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.